അഭിനയ കുലപതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുറഞ്ഞു പോകും. അതുക്കും മേലെയാണ്. എവിടെയും പോയി അഭിനയിച്ച് തകർക്കും. പക്ഷേ ഇവിടെ ഒത്തില്ല. ക്ലൈമാക്സിൽ എല്ലാം കൈവിട്ടുപോയി. ഒടുവിൽ ആളുകളെ വിളിച്ചു കൂട്ടുന്നതിന് മുൻപായി ആ നടൻ സീനിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഡാലിയ കളക്ഷൻസ് എന്ന സ്ഥാപനമായിരുന്നു ഇന്നത്തെ ലൊക്കേഷൻ. ആദ്യം അഭിനയിച്ച് തകർത്ത രംഗങ്ങൾ കാണാം. നടന്റെ ചരിത്രം പിന്നാലെ പറയാം. വിളിച്ചാൽ കിട്ടുമല്ലോ. ഞാൻ രാവിലെ എപ്പോഴും പറഞ്ഞത് വിളിക്കാം, അങ്ങോട്ട് പറഞ്ഞതാണ്. എത്ര നാളായി? ഞാൻ വിളിച്ചോ ഞാൻ വേറെ ഇടപാട് കാര്യങ്ങൾ വീട്ടിലായിരിക്കും. ഞാൻ വിളിച്ചു നോക്കാം. എല്ലുണ്ട്. ആ എവിടാ ഇത്? ആ ഫംഗ്ഷനിലല്ലേ? ആ ഞാൻ ഇവിടെ വന്നേ ഷോപ്പിലോട്ട്. ആ പറഞ്ഞായിരുന്നു. ആ ആയിക്കോട്ടെ. ജസ്റ്റ് പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാം അല്ലേ? മോളെ എഴുതി. ആ ഒരു ജസ്റ്റി എന്ന് പറയുന്ന ആൾ വരുവാണെങ്കിൽ ചില എഴുതി വെച്ചു പേസായും മറ്റേ ഡോക്യുമെന്റ്സ് കൂടെ കൊണ്ടുതരും, മേടിച്ച് വെച്ചേക്കണേ. ആ ഒരു 10-15,000 രൂപയാണ് കേട്ടോ. 10-15,000 രൂപയാണ് ജസ്റ്റ്. ആ അപ്പൊ ഞാനെന്നാൽ പോയി ഇനിയിപ്പോ ഞാനിപ്പോ അങ്ങോട്ട് പോവാ. ഞാൻ അതെ ഞാനിപ്പോ ഞാൻ മുട്ടത്തി എണ്ണച്ചേ പോകത്തുള്ളൂ. അതിന്റെ പേരെന്നെ? ശരി. അപ്പൊ ഞാൻ വരുവാണെങ്കിൽ കേട്ടോ മോളെ, വരുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് വിളിക്കാനോ പറയാം. ഓ ശരി. ഇവിടെ വന്ന് ഞാൻ ചോദിച്ചു എല്ലാത്തിനും കൂടെ മാമോദീസായി ഓടിച്ചു നോക്കും. പറയാം. അനി ഇവിടെ ക്യാഷ് ആയിട്ട് നോക്കാം. ഇവിടെ നോക്കട്ടെ ഒരു മിനിറ്റ്. ഞാനിനി പോയിട്ട് ഇനിയിപ്പോ ഒരു 6 മണി 7 മണിയാവും വരുമ്പോ. നോക്കട്ടെ വേണേ. നോക്കട്ടെ. $5,500 കാണോ നമുക്ക്? മോളെ 5,500 ഉണ്ടോ? 5,500. അതിപ്പോ പറഞ്ഞിട്ട് ജോസിനെ വിളിച്ചായിരുന്നു ഞാൻ. ആയിക്കോട്ടെ. 7,500. ഓ എന്റെ ദൈവമേ, 7,500. നീ ഇവിടെ കള്ളു കുടിച്ചിരിക്കുന്നു. മോളെ 12,000 രൂപ കൊണ്ടിരുന്നതിനകത്തൊന്ന് ഇത് കുറച്ചേക്കണം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇനി പോയി വരാം. അതിനെ വിളിച്ചിട്ട് എടുക്കുന്നതിന് കൊച്ചു അറിഞ്ഞോണ്ടിരിക്കും. ആയിക്കോട്ടെ. താങ്ക് യു ഡി. വലിയ ഉപകാരം. എത്ര ഇല്ലേ കിട്ടത്? അവര് വിളിച്ചാൽ എടുക്കത്തില്ല, തിരക്കാണ്. എന്നാ ഞാൻ പോയി തരാം കേട്ടോ. വിളിച്ചിട്ട് എടുക്കുന്നില്ല. കൊടുത്തില്ലെന്ന് പറഞ്ഞത്. എന്താ കൊടുത്തില്ലെന്ന് പറഞ്ഞത്? വിളിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. പോയി തരാം കേട്ടോ. കൊണ്ട് തന്നെ വണ്ടി മാറ്റിയിട്ടോ, കുഴപ്പമില്ല. എന്നാ പോയി തരാം കേട്ടോ. സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ നടനെ പലർക്കും അറിയാം. പല ജില്ലകളിലായി വിവിധ സ്ഥാപനങ്ങളിൽ ഇയാൾ കാഴ്ചവെച്ച പ്രകടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ മുൻപ് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി സ്വദേശിയാണ് താരം. പേര് രാജേഷ് ജോർജ്. വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടാവാം വർഷങ്ങളായി ഇത് പ്രൊഫഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രാവിലെ ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങും. സ്ത്രീകൾ മാത്രമുള്ള കട കണ്ടുവയ്ക്കും. പിറ്റേന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടാണെന്ന മട്ടിൽ കടയിൽ ചെന്ന ഉടമയെ ഫോൺ വിളിക്കുന്നത് പോലെ അഭിനയിക്കും. പണം വാങ്ങിക്കോട്ടെ എന്ന് ഉടമയോട് ഫോണിൽ ചോദിക്കുന്നതായി നടിച്ച
ജീവനക്കാരോട് പണം ആവശ്യപ്പെടും. കടയുടമയുടെ പേര് വിളിച്ചാണ് സംസാരമെന്നതിനാൽ മിക്കവരും പണം കൊടുത്തു പോകും. അങ്ങനെ 500,000 രൂപ വരെ ഉണ്ടാക്കിയ ദിവസമുണ്ട് എന്നാണ് മുൻപൊരിക്കൽ ഇതേ രാജേഷ് തന്നെ പോലീസിനോട് പറഞ്ഞത്. ഇത്തരത്തിൽ അഭിനയം കാഴ്ചവെച്ച വകയിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 100ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ പാലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 15കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. പോലീസ് സ്റ്റേഷനും ജയിലുമൊക്കെ രാജേഷിന് തറവാട് വീട് പോലെയാണ്. ഇടയ്ക്കിടെ പോയി വരാറുണ്ട്. വീണ്ടും ഇതേ തട്ടിപ്പ് ഒരു സ്വയം തൊഴിൽ പോലെ അയാൾ തുടരുകയാണ്. ഇവിടെ കടയിലെ ജീവനക്കാരി വിവേകത്തോടെ പെരുമാറിയത് കൊണ്ട് മാത്രമാണ് പണം നഷ്ടപ്പെടാതിരുന്നത്. പല ജില്ലകളിലായി 100 കണക്കിന് ആളുകളെയാണ് ഇയാൾ ഇതേ രീതിയിൽ പറ്റിച്ച് പണവുമായി കടന്നു കളഞ്ഞത്. ഇപ്പോഴും ഇയാളുടെ അഭിനയത്തിൽ വീണുപോവുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ നിരവധിയാണ്. രാജേഷിന്റെ അഭിനയത്തിന് മുൻപിൽ ഇനിയും ആരുടെയും പണം നഷ്ടപ്പെടാതിരിക്കട്ടെ. രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV, കോട്ടയം.